കേരളത്തിൽ പൊതുവെ മഴ കുറവായിട്ടാണ് കിട്ടിയതെന്നുള്ളതാണ് പൊതുവിലയിരുത്തൽ. പക്ഷേ കാറ്റ് അതിശക്തമായി തന്നെ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കേരളത്തിലെ അസാധാരണമായിട്ടുള്ള കാലാവസ്ഥയ്ക്ക് പിന്നിൽ എന്താണ് എന്നുള്ളതാണ് അങ്ങ് വിലയിരുത്തുന്നത്. ഇപ്പോൾ ഈ അനുഭവപ്പെടുന്ന ശക്തമായ കാറ്റ് അത് സാധാരണ മഴക്കാറ്റല്ല എന്നുള്ളത് തന്നെയല്ലേ? സാധാരണഗതിയിൽ നമുക്ക് മൺസൂൺ സമയത്ത് ശക്തമായ മഴ പെയ്യുമ്പോൾ അതിനോടൊപ്പം കാറ്റും ശക്തിയായി വീശുക, അതായത് മൺസൂൺ എന്ന് പറയുമ്പോൾ നമ്മളൊരു വായു പ്രവാഹമായിട്ടാണല്ലോ കണക്കാക്കുന്നത്. അപ്പോൾ കാറ്റിൻ്റെ ശക്തി കൂടുമ്പോഴാണ് മഴ നമുക്ക് പൊതുവേ കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ മഴക്കാലത്ത് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാവുന്നു. അപ്പോൾ ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു തുടർച്ചയായിട്ടുള്ള മഴ ദിവസങ്ങൾ വളരെ കുറവാണ്. ഇടവിട്ടുള്ള മഴയായതുകൊണ്ട് പലപ്പോഴും നമുക്ക് മൺസൂൺ സമയത്ത് നമ്മൾ പൊതുവേ കിട്ടുന്ന ആ ഒരു ഷീറ്റിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ മേഘപ്പാളികളല്ല, അതിന് പകരം ഈ ഉയരം കൂടുതലല്ല, അതായത് ക്യുമുലോ നിംബസ് കാറ്റഗറിയിൽപ്പെട്ട അല്ലെങ്കിൽ വെർട്ടിക്കൽ എക്സ്റ്റൻഷൻ ഉള്ള മേഘങ്ങളാണ് പൊതുവേ ഉണ്ടാകുന്നത്. അപ്പോൾ അതോടൊപ്പം ശക്തിയായിട്ടുള്ള കാറ്റ് നമുക്ക്, അതായത് നമ്മൾ ഈ വേനൽക്കാലത്ത് പെയ്യുന്ന മഴയ്ക്കുടെ സമയത്ത് കിട്ടുന്ന പോലെയുള്ള കാറ്റോട് കൂടിയുള്ള മഴയാണ് ഇനി മഴ കുറവുള്ള വർഷങ്ങളിൽ നമുക്ക് ഉണ്ടാവുന്നത്. അതല്ലാതെ മൺസൂൺ സമയത്ത് തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുമ്പോൾ നമുക്കത് നിരന്തരമായിട്ട് ഒരു ദിവസം മുഴുവനും പല ഇടവേളകളിൽ ശക്തിയായി കാറ്റ് വീശാറുണ്ട്. അതല്ലാതെ മഴ കുറവുള്ള സമയത്ത് ഇങ്ങനെയുള്ള വെർട്ടിക്കൽ എക്സ്റ്റൻഷനുള്ള ക്ലൗഡ് അല്ലെങ്കിൽ കൂമ്പാരമേഘങ്ങൾ എന്നാണ് പൊതുവെ മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു തരം മേഘങ്ങളോട് ഒപ്പം ശക്തിയായ, അതായത് വിൻഡ് ഗസ്റ്റ് എന്നാണ് പറയുന്നത്, അതിൽ നിന്നുള്ള ശക്തിയായ കാറ്റുകൊണ്ട് നമുക്ക് പല രീതിയിലുള്ള അപകടങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ പൊതുവെ മഴ കുറവായതുകൊണ്ട് ഒരു വെയിൽ തെളിഞ്ഞ അല്ലെങ്കിൽ തെളിഞ്ഞൊരു കാലാവസ്ഥയ്ക്ക് ശേഷം വരുന്ന മഴയൊക്കെ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാറ്റോട് കൂടിയാണ് മഴ പെയ്യുന്നത്. അപ്പോൾ മഴക്കുറവുള്ള വർഷങ്ങളിൽ ഒരു അല്ലെങ്കിൽ മഴക്കുറവുള്ള സമയങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള ശക്തിയായ കാറ്റെന്ന് പറഞ്ഞത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.